12 വർഷങ്ങൾക്ക് ശേഷം തന്റെ കൂട്ടുകാരനെ കാണാനായിട്ട് എത്തുന്ന പ്രോട്ടഗോണിസ്റ്റ് എൻ്റെ ആളായിട്ട് കൂട്ടുകാരനായിട്ട് കുറച്ച് ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവുന്ന സംഭവം പിന്നീട് എങ്ങോട്ടേക്കൊക്കെയാണോ കഥേനെ കൊണ്ടുപോകുന്നത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കാരണം അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വിഷയത്തെ വലിയ രീതിയിൽ തന്നെ നല്ല ഒരു ട്രീറ്റ്മെന്റോട് കൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ബി ജി എമ്മിന്റെ യൂസേജും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും എല്ലാവരുടെയും ആ ഒരു സെലക്റ്റീവ് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ മെയിൻ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു വളരെയധികം കുറച്ചേ ഉള്ളൂ. പക്ഷേ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊത്തം കാസ്റ്റിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം ഈ സിനിമയുടെ കഥ നടക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റിന് ചേരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റിംഗ് സ്റ്റൈലും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഉള്ളിലുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്യാനായിട്ട് എൻ്റെ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ആസ് എ ഹോൾ ക്രൂവിന് സാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. പടത്തിൽ പലയിടത്തും ബി ജി എം യൂസേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചില സ്ഥലത്തൊക്കെ ശരിക്കും ബി ജി എമ്മിന്റെ ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ ആവശ്യമില്ലാതെ ഒരു സൈലൻസ് അവിടെ അത്രത്തോളം ഡിമാൻഡിങ് ആയിരുന്നു. അത് എടുത്തു പറയാതെ വയ്യ. കാരണം ഒരു ചില അവസ്ഥകളൊക്കെ ആ ഒരു ക്യാരക്ടറിന്റെ ചില അവസ്ഥകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സഹതാപമാണോ സങ്കടമാണോ ദേഷ്യമാണോ എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തപ്പി നോക്കി കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ റീസെന്റ് ടൈംസിലെ. പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. പടം നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയുമ്പോൾ അവർ ഡീൽ ചെയ്തിട്ടുള്ള വിഷയവും മറ്റേ ടൈം അത് അവർ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലവും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഒരു കാടിന്റെ നടുവിലുള്ള അല്ലെങ്കിൽ ഒരു കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൗസ്, അവിടേക്ക് ഇങ്ങനെ തന്റെ കൂട്ടുകാരനെ കാണാൻ വരുന്നു. പിന്നീടുള്ള അവരുടെ ദിവസങ്ങളൊന്നും വലിയ ലാഗ് ഇല്ലാതെ പറയാൻ ഉദ്ദേശിച്ച ടൈം കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ പറഞ്ഞു എന്ന് തന്നെ പറയാം. ഇതുപോലുള്ള സിനിമകൾ ശരിക്കും നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോ. ഒരു ഷെഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ്, രണ്ട് ഫ്രണ്ട്സും ഒരു ഷെഫ് ആ ഒരു പ്രൊഫഷനാണ് ചെയ്യുന്നത്. സോ അവരുടെ ആ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി. നമുക്ക് ചില ആൾക്കാരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് തോന്നും ഓ എന്തൊരു അടിപൊളി ലൈഫാന്നുള്ളത്. ബട്ട് അവരുടെ ആ ഒരു ലൈഫിൽ അവരെ പറയാൻ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ചില ഡാർക്ക് സൈഡാണ് പടം കാണിച്ചു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും